ഹലോ ഗൈസ്, നമ്മളിതാ മിന്നി കത്തുന്ന ചെരുപ്പൊക്കെ ഇട്ട് നമ്മളൊന്ന് പുറത്ത് പോവുകയാണ്. വൈകിട്ടായപ്പോൾ നമ്മളൊന്ന് വക്കാലയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ തൊട്ടടുത്താണ് കേട്ടോ. ഞാനും അനിയനും മോനും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. മോൻക്കാണെങ്കിൽ ഇവിടെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മളിതാ മോൻക്ക് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പോരുന്ന വഴിക്ക് പഴം കൂടി വാങ്ങിയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ബൈ ദ വേ ഇതാണ് കേട്ടോ എൻ്റെ അനിയൻ. പിന്നെ നമ്മൾ റൂമിൽ ചെന്നിട്ട് നൈറ്റത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ എവിടെ നോക്കിയാലും ബൺമസ്കിയും ഇറാനി ചായയാണ്. നമ്മൾ ഇറാനി ചായ ഉണ്ടാക്കില്ല, പക്ഷേ ബൺമസ്ക് നമ്മൾ ട്രൈ ചെയ്തു. ഇത് നമ്മൾ സെക്കൻഡ് ടൈമാണ് കേട്ടോ. ഭയങ്കര അടിപൊളിയാണ്, നല്ല രസമാണ് കേട്ടോ കഴിക്കാനായിട്ട്. മൈൽഡായിട്ടുള്ള സ്വീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നമ്മളിന്ന് നൈറ്റത്തേക്ക് എഗ്ഗ് കുറുമയും നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. നൂൽപുട്ട് ഇടിയപ്പം നൂലപ്പം എന്നൊക്കെ പറയില്ലേ, ആ സംഭവം. നമ്മുടെ വയനാട്ടിൽ അധികം യൂസ് ചെയ്യാൻ നമ്മൾ നൂൽപുട്ട് എന്നാണ് കേട്ടോ. പിന്നെ ഈ ഒരു കുറുമക്കറി ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. പക്ഷേ ടേസ്റ്റിലാണെങ്കിൽ ഒരു കോംപ്രമൈസും ഇല്ല, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ പിന്നെ മിസ്റ്റർ ഹസ്ബൻഡ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നു. നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ചു, ബൺമസ്ക കഴിച്ചു. അടിപൊളിയായിരുന്നു. മോൻക്ക് ഇതിൻ്റെ ക്രീമാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബട്ടർ ആയതുകൊണ്ട് വലിയ പ്രശ്നമല്ലല്ലോ, അധികം സ്വീറ്റും ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു അവന്. പിന്നെ നമ്മളിന്ന് പുറത്ത് പോകാൻ വിചാരിച്ചു. അപ്പോൾ പിന്നെ കാര്യമായിട്ട് റെഡി ആവാനൊന്നുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വേഗം അബായ എടുത്തിട്ടു, മുടിയൊന്ന് കെട്ടി. പിന്നെ എവിടെ പോകുകയാണെങ്കിൽ നമുക്ക് ലിപ്സ്റ്റിക്ക് നിർബന്ധമാണല്ലോ, അതില്ലാണ്ട് ഒരു കളിയില്ല. അപ്പോൾ പിന്നെ എന്താ നമ്മൾ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോയത് ലുലുവിലേക്കാണ്. പിന്നെ ഇവിടെ വന്ന് മോൻ്റെ ഓട്ടം കണ്ടാൽ നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം അവൻ എങ്ങോട്ടാണ് ഓട്ടണതെന്ന്. ആസ് യൂഷ്വൽ മോനെ ദ പ്ലേ ഏരിയയിൽ കളിക്കാനാക്കിയിട്ട് നമുക്ക് മേടിക്കേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഞാനൊക്കെയും കൂടി ഹൈപ്പറിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളാണെങ്കിൽ ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ നോക്കി ഇങ്ങനെ കാര്യമായിട്ട് തന്നെ ഷോപ്പ് ചെയ്യാണ് കേട്ടോ. പിന്നെ മോന് കൂടെ ഇല്ലാത്ത സമയത്ത് ഇങ്ങനത്തെ തണുത്ത ജ്യൂസും കാര്യങ്ങളും ഒക്കെ മേടിച്ച് തരുള്ളൂ. മോൻക്കാണെങ്കിൽ ചെറിയ കോൾഡിൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അവനില്ലാത്ത സമയത്ത് ഞാൻ അതൊക്കെ മുതലാക്കും. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് കാരമൽ പോപ്കോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആണ് കേട്ടോ. പിന്നെ പോരുന്ന വഴിക്ക് മക്ഡൊണാൾഡ്സ് കണ്ടപ്പോൾ മോൻക്ക് ബർഗർ വേണമെന്നായി. അപ്പോൾ പിന്നെ ലൈറ്റായിട്ട് നമുക്കും കഴിക്കാം, ബാക്കി ഹെവി ആയിട്ട് വീട്ടിൽ ചെന്നിട്ട് മതി എന്നുള്ള നിലക്ക് എല്ലാവരും കൂടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ബർഗർ ചോദിച്ച ആൾ കഴിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ബാഡ്മിൻ്റൺ കളി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം ലേറ്റായിട്ടാണ് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. തിരിച്ച് കയറിയപ്പോൾ അതിലും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ ചെന്നിട്ട് ആരും ഫുഡ് കഴിച്ചിട്ടില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനലിലേക്ക് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.